ഇനി നായികയില്ലെന്ന് കരുതി പടം ക്ലിക്കാവാണ്ടിരിക്കുമോ? ക്ലിക്കാക്കാം. ചേട്ടാ ചായ. അവിടെ വെച്ചേ. ഇതെന്താ ലവ് ലെറ്റർ ആണോ? എന്തിനാടാ സിംഗിൾസിനെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഒരു കഥയാടാ മോനെ. എന്ത് കഥ? അതൊക്കെ നീ സ്ക്രീനിൽ കണ്ടാൽ മതി. ഓക്കെ ഓക്കെ. വല്ല ബെസ്റ്റ് കഥയായിരിക്കും. മുട്ടയൊന്നും വിളിച്ചിട്ടില്ല, കഥ കേൾക്കാൻ ഇറങ്ങിക്കുന്നു. കൊള്ളാം ശരിക്കും? ആ ശരി. ഏലക്ക കൂടിപ്പോയൊന്നൊരു ഡൗട്ട്. ഓ, ചായയുടെ കാര്യമല്ല. പിന്നെന്താ ചോദിച്ചേ? സ്ക്രിപ്റ്റ്. ഓ, ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് മറന്നു. ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതെന്ന് കാണാൻ പറ്റും. എടാ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സ്ക്രിപ്റ്റിൻ്റെ കാര്യം നിന്നോട് ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് കുറവാണ്. നമ്മൾ ഈയിടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്തില്ലേ, അത് റീച്ച് ആയില്ലേ? ഏത്? ഗുഡ് ലക്ക് ആണോ? ആ എടാ അത് ചെറിയൊരു കോപ്പറേറ്റ് വന്ന് കിടപ്പുണ്ട്. മാത്രമല്ല കുറേ ഫണ്ടും ചിലവായി. ഇപ്പോൾ ഇങ്ങനെയൊരു ത്രില്ലർ, അതും എക്സ്പീരിമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ല ബഡ്ജറ്റ് ആവുമല്ലോ. എടാ ഇത് അധികം ഷെഡ്യൂളൊന്നും ആവത്തില്ല, പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. അത് അങ്ങനെയാണെങ്കിലും വേണ്ടടാ മിനിമം ബഡ്ജറ്റ്. എടാ നീ ചെറിയൊരെണ്ണം ട്രൈ ചെയ്ത് നോക്ക്. ഇതുവരെ എടുക്കാത്ത കുറേ ജേണറില്ലേ, അത് തുറന്ന് എടുത്തങ്ങ് കാച്ച്, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന പോലെ. എടാ നീ പറയുന്നത് ശരിയാ, പക്ഷെ എനിക്ക് ചെറിയ പടമൊന്നും അങ്ങോട്ട് വരുന്നില്ല. കുറേ നോക്കിയതാ ഞാൻ. എടാ നീ ഒന്നുകൂടെ നോക്ക്, വരും. വരാതെ എവിടെ പോവാൻ. തൽക്കാലം ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് ഒരിക്കൽ നോക്കാം. ആ എന്നാ അങ്ങനെ നോക്കാം. എങ്കിൽ ശരി, നമുക്കിങ്ങനെ അവന്മാരെയൊക്കെ വിളിച്ച് ഒരു ദിവസം മീറ്റപ്പ് ചെയ്യാം. ഓക്കെ. ചായയുടെ കാശൂടെ കൊടുത്തേക്കണേ. അപ്പോൾ ബഡ്ജറ്റാണ് പ്രശ്നം. എടാ കുറച്ച് ഫണ്ട് എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഫണ്ടൊപ്പിക്കാനാണ് പരിപാടിയുണ്ട്. എന്ത്? മംഗളി തമ്പി കളിക്കൂ. ഇതേ ഒരൊറ്റ വീക്ക് വെച്ച് വന്നുണ്ടല്ലോ. ടെൻഷൻ ആവാതെ. ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴേ അവൻ്റെ ഒരു അനുരാജ് പറഞ്ഞ പോലെ ഒരു സിമ്പിൾ സാധനം എടുത്ത് നോക്ക്. പെട്ടെന്ന് ഇപ്പോൾ ഒരു കഥയെന്നൊക്കെ പറഞ്ഞാൽ കഥയല്ലേ വേണ്ടേ? അത് നിനക്ക് ഒരാളെ സെറ്റാക്കി തരും. ആര്? അനക. അതാര്? അവളൊന്നും ശരിയാവത്തൊന്നുമില്ല. എടാ ഇത് അവളല്ല. പിന്നെ ആര്? ഇത് അനക പ്രകാശൻ, നമ്മുടെ കോളേജിലുള്ളതാ. വിളി ഇൻസ്റ്റാഗ്രാമിൽ എഴുത്തൊക്കെ എഴുതി നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഡേ ഓ ഇവളാ? ഇവളുടെ അടുത്തൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതെ നൈസാണ്. അവൾക്ക് നിന്നോടൊരു കഥ പറയാനുണ്ട്. ആര് പറഞ്ഞു? അവൾ പറഞ്ഞു. അവൾ നിനക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ നീ നോക്കാറില്ല. ഞാൻ പൊതുവെ ഈ ഗേൾസിനോട് അങ്ങനെ. നീ ഇങ്ങനെ സിഗ്മ കളിക്കാതെ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. പിന്നെ കഥ കിട്ടിയില്ലെന്ന് പറഞ്ഞ ചാടരുത്. കഥയൊന്ന് കേട്ട് നോക്കാല്ലേ? പിടിച്ചേ. ഹലോ, അനകയല്ലേ? എടാ നിനക്ക് റെം കളിച്ച മടുത്തില്ലേ? കുറേ നാളായാലും തുടങ്ങിയിട്ട്. ഞാനങ്ങനെ തോക്കത്തില്ല മോനെ. കളിക്കുന്നെങ്കിൽ ജയിക്കാനായിട്ട് മാത്രം. ആ ഓക്കെ. എടാ നാളെ വൈകുന്നേരം മീറ്റ് ചെയ്യാന്ന് അവൾ പറഞ്ഞു. എന്നാൽ നീ കണ്ടിട്ട് വാ, നമുക്ക് നോക്കാം. എന്നാ അങ്ങനെ നോക്കാം. കഥ കേട്ട് വരാം. കഥ കൊള്ളാമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഉള്ളിലേലും നീ പറയണം. അയ്യോ പോയി. എന്താ പറ്റി? എൻ്റെ 2000 രൂപ പോയി. കണക്കായി പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. അപ്പോൾ ഇതാണ് ക്ലൈമാക്സ്. എങ്ങനെയുണ്ട്? എടോ ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ബട്ട് ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറി അല്ലേ? അതെ, റൊമാൻറ്റിക് സ്റ്റോറിയാണ്. എന്താ കുഴപ്പം? എടോ ഞാനങ്ങനെ റൊമാൻറ്റിക് ഐറ്റംസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. അതെന്താ, റൊമാൻറ്റിക് ഇഷ്ടമല്ല? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു നായികയെ കിട്ടിയിട്ടില്ല. കഥയിലോ? കഥയിലും ജീവിതത്തിലും. ഒരു കാസ്റ്റിംഗ് കോളിട്ട് നോക്ക്, ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. കാസ്റ്റിങ്ങുകളൊക്കെ കുറേ ഇട്ട് നോക്കിയോളൂ, ആരും വരാനൊന്നും പോണില്ല. അപ്പോൾ ഒരാളുണ്ടായിരുന്നെങ്കിൽ റൊമാൻറ്റിക് സ്റ്റോറിയൊക്കെ പ്രതീക്ഷിക്കായിരുന്നു. ഏറെക്കുറെ.
ബട്ട് അതിന് ടൈമില്ലടോ. താനൊരു കാര്യം ചെയ്യ്, ഈ സ്റ്റോറി ഞങ്ങളുടെ ക്രൂവിലെ ബ്രിജേഷിനൊന്ന് കൊടുത്ത് നോക്ക്. അവൻ ഈ റൊമാൻറ്റിക് സ്റ്റോറീസൊക്കെ നൈസായിട്ട് ചെയ്യും. ആ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഈ കഥ കളയണ്ട, കൈ വെച്ചേക്ക്. ഹലോ. ഹലോ അനുരാജ്, ഞാൻ ഒരു കഥയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ആ കഥ കേട്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഈ കഥ കളയണ്ട, കൈ വെച്ചേക്ക്. STC കൺഫെഷൻ. എന്താ? ദീപുവിന് ഓർമ്മയില്ലേ കോളേജിലെ കൺഫെഷൻ കോമ്പറ്റീഷൻ? സെൻറ് തോമസിലെ? ആ, അന്ന് കൺഫെഷൻ കോമ്പറ്റീഷന് താൻ പെട്ടിയിൽ ഒരു ലെറ്റർ എഴുതിയിട്ടിരുന്നില്ലേ, ഒരു അനഘ മനോജിന് വേണ്ടിയിട്ട്? അല്ല, ഇതൊക്കെ തനിക്കെങ്ങനെ? തൻ്റെ എഴുത്തൊക്കെ ടച്ചിങ് ആയിരുന്നു, പക്ഷേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അനക്കൊക്കെയാ കൊടുക്കണ്ടേന്ന് എഴുതാൻ സാർ മറന്നുപോയി. അത് പിന്നെ ഇത് കുറെ കാലമായി എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. തന്നിട്ട് ഈ ട്വിസ്റ്റിന്റെ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. That's all. Bye. അതെ, ജീവിതത്തിൽ ഒരു നായിക വേണമെങ്കിൽ കാസ്റ്റിംഗ് കോൾ ഇട്ടോ, ഞാൻ ബയോഡേറ്റ അയച്ചിട്ടുണ്ട്. എടാ, സംഭവം കൊള്ളാട്ടോ, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും കേട്ടപ്പോൾ ആദ്യം വണ്ടറടിച്ചു പോയി. എടാ, നമുക്കിതൊരു സ്റ്റോറി ആക്കിയാലോ? എടാ, ഇത് ചെയ്യടാ, നൈസ് ആയിരിക്കും. ടൈറ്റിൽ എന്തുവാ? നീ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ